ജീവിതത്തില് ഒന്ന് പോസിറ്റീവായിട്ട് നടക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ചുറ്റും നടക്കുന്ന കുറെ കാര്യങ്ങള്, കുറെ പുതിയ പുതിയ ഇൻസിഡൻസ് ഒക്കെ കാരണം അങ്ങോട്ട് പോസിറ്റീവിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ. ആൻഡ് വെൽക്കം ടു മെഹർനാസ് വേൾഡ്. ഐ എം ഫാത്തിമ മെഹറിൻ ബിൻസ് നത്തീർ. 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെക്കേഷൻ ആയതുകൊണ്ട്. പിന്നെ ആകപ്പാടുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ യൂട്യൂബാണ്. ഈ ആശ്രയം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ യൂട്യൂബ് നമ്മോട് വാരിയാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റേഴ്സിന് അറിയാം നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കണം, ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോപ്പിറൈറ്റ് വന്നാൽ റീ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ മൊത്തത്തിലുള്ള നൂലാമാലകൾക്കിടയിലാണ് എൻ്റെ ഫോൺ പോയി വെള്ളത്തിൽ ചാടുന്നത്. പോയില്ലേ, മൂട് ഫുള്ള് പോയി. അങ്ങനെ കഴിഞ്ഞൊരാഴ്ചക്കായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനേ മൂടില്ല. അങ്ങനെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഈ നെഗറ്റീവ് സംഭവം ഫുള്ള് നെഗറ്റീവാണ് ചുറ്റും നടക്കുന്നത്, ഒക്കെ ഒന്ന് പോസിറ്റീവ് ആവണം, എന്താ ചെയ്യാന്ന് ഞാൻ ആലോചിച്ചപ്പം പണ്ട് പഠിച്ചൊരു കാര്യം എൻ്റെ തലയിലേക്ക് ഓർമ്മ വന്നു. നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ്. അങ്ങനെ എൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാ നെഗറ്റീവുകളെയും കൂട്ടിച്ചേർത്ത് ഞാൻ അങ്ങോട്ട് പോസിറ്റീവ് ആക്കി. അങ്ങനെ ഫിസിക്സ് പഠിച്ചതിനൊരു ഉപകാരവും കിട്ടി, എനിക്കൊന്ന് പോസിറ്റീവ് ആകാനും പറ്റി. അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളെ ചുറ്റിനും പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, പല പല കാര്യങ്ങൾ നടക്കും, കുറേ സംഭവങ്ങൾ നടക്കും. പക്ഷെ എല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിനങ്ങോട്ട് പോസിറ്റീവിലേക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാറണം. നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങൾക്കായിരിക്കില്ല പ്രശ്നം, നമുക്കായിരിക്കും പ്രശ്നം. അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഈ ഓവർ തിങ്കിങ് ഒക്കെ വരുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബ്രെയിൻ ഫുള്ള് നെഗറ്റീവ് മോഡിലാണ് നിൽക്കുന്നത്. അതിനൊന്ന് പോസിറ്റീവ് മോഡിലേക്ക് മാറ്റിയാൽ മതി. അതായത് നമ്മൾ നോക്കിക്കാണുന്ന രീതി, നമ്മളെ ചുറ്റിനുള്ള കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയാണ് നമ്മളെ പോസിറ്റീവിലേക്ക് മാറ്റുന്നത്. എൻ്റെ ഉമ്മി സ്കൂളിൽ പോകുമ്പം, ഉമ്മി ടീച്ചറാണ്, അപ്പോൾ ഉമ്മി സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നെയാണ് കറി വെക്കാൻ ഏൽപ്പിക്കുക. അങ്ങനെ കറി ഒന്നെങ്കിൽ കറിയിൽ ഉപ്പ് കൂടും, അല്ലെങ്കിൽ കറിയിൽ ഉപ്പ് കുറയും. ഇതൊട്ടെ കറി വെപ്പിച്ചില്ല കേട്ടോ, പിന്നെ അടുത്ത ചമ്മച്ചീനെ വെച്ച പോലാണ്. അപ്പൊ ഈ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കും. ഇനി ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടെ ഉപ്പിട്ടാ അതും റെഡിയാവും. അതേപോലെയാണ് നമ്മളെ ലൈഫിലേക്ക് കുറച്ച് പുതിയ ഹാബിറ്റ്സോ അല്ലെങ്കിൽ കുറച്ച് പുതിയ നല്ല കാര്യങ്ങളോ കുറച്ച് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു കറക്റ്റ് പൊസിഷനിലേക്ക് നമ്മൾ എത്തും. അതിനാണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളെ ബ്രെയിനിനെ റീവയർ ചെയ്യുക, നമ്മളെ ബ്രെയിനിലെ നെഗറ്റീവ് സംഭവങ്ങളൊക്കെ മാറ്റി ഒന്ന് പോസിറ്റീവ് മോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെ ബ്രെയിനിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഞാനൊരു പ്രോ ടിപ്പും കൂടെ എനിക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ ബ്രെയിനെ അങ്ങോട്ട് പോസിറ്റീവ് മോഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുശേഷം ഒരു പ്രോ ടിപ്പും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ടിപ്പ് ആദ്യം കേൾക്കാം. അതിനാണ് നമ്മൾ കോഗ്നിറ്റീവ് റീഫോർമേഷൻ എന്ന് പറയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്, വലിയ പേരാണ്, പക്ഷെ സംഭവം സിമ്പിളാണ്. നമ്മളൊരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ നെഗറ്റീവ് തോട്ട്സും എല്ലാം എഴുതുക. അതിലൊരു വെട്ടിത്തിരുത്തൽ പോലും ഉണ്ടാവരുത്, കറക്റ്റ് അങ്ങോട്ട് എഴുതുക. എന്നിട്ട് അതിനെ പോസിറ്റീവിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ തോന്നുകയാണ് എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, അപ്പം ഞാൻ അതേപോലെ അങ്ങോട്ട് എഴുതും. എന്നിട്ട് അത് വെട്ടി അതിൻ്റെ നേരെ അപ്പുറത്തായിട്ട് ഇങ്ങനെ എഴുതുക, ഐ ലുക്ക് ബ്യൂട്ടിഫുൾ. എന്നിട്ട് ആ നെഗറ്റീവ്സിനൊക്കെ നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ആ പോസിറ്റീവ് മൊത്തം ഒന്ന് വായിക്കുക. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഈ ഓവർ തിങ്കിങ് പോലത്തെ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ലൈഫാണ്, പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ മൈൻഡ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ച് പ്രശ്നങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക. പ്രശ്നങ്ങളെയൊക്കെ ലൈഫിൽ ഒരു ചലഞ്ച് ആക്കി ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് ലൈഫിനെ ത്രില്ലിങ് മൂവി ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റുക. അപ്പോൾ നമുക്ക് കുറച്ച് ഫണ്ണായിരിക്കും. പ്രശ്നങ്ങൾ വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോ ടിപ്പ്, ഇതെന്റെ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ചെയ്യുന്നതാണ്, വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം അനിയനാണ്. അവന് ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സ് ചീത്ത അറിയുക, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് എന്താ അടിപിടി ഉണ്ടാവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്ന മെയിൻ പരിപാടിയാണിത്. അതായത് അവന്റെ ഇമാജിനേഷനിൽ നമ്മളെ ഇവിടെയാണ് ഈ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കയറിയതാണ്. അപ്പോൾ അവൻ ഇങ്ങനെ
എടുക്കും. ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് ആ കൈ വിടാതെ മറ്റേ കുപ്പി കഷ്ടപ്പെട്ട് അവന്റെ കയ്യിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു കുപ്പി കഷ്ടപ്പെട്ട് തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് ഇതിട്ട് വേഗം പൂട്ടും. അപ്പൊ മിക്കവാറും അതിനകത്ത് പൂട്ടുക ഏതെങ്കിലും വാട്ടർ ബോട്ടിലൊക്കെ ആയിരിക്കും. എന്നിട്ട് വെള്ളം കുടിക്കാൻ പിന്നെ ഇത് തുറക്കണമല്ലോ, അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് വിൻഡോന്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കും. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പം എനിക്കൊരു ഫണ്ണൊക്കെ ആയിട്ട് തോന്നിയെങ്കിലും സംഭവം ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ ചെയ്തു നോക്കിയപ്പം അപ്പൊ തന്നെ നമുക്ക് റെഡി എന്ന് പറയുന്ന ഒരു ഫീല് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സെറ്റ് ആവുകയാണെങ്കിൽ കമന്റ് ബിലോ. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ ഈ കോഗ്നിറ്റീവ് റീഫോർമേഷനും ഞാൻ പറഞ്ഞ പ്രോട്ടിപ്പൊക്കെ ചെയ്തിട്ട് ഒന്ന് പോസിറ്റീവിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആയി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സംഭവമാണ് വിഷ്വലൈസേഷൻ. ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്, മാനിഫെസ്റ്റേഷനിൽ വരുന്നതാണ്. അതായത് നമ്മളെ ആഗ്രഹങ്ങള് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ചിന്തകളിലൂടെ നമ്മൾ ഡ്രീം ചെയ്തുകൊണ്ട് തന്നെ നേടിയെടുക്കുക. അതായത് വിഷ്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് പൈലറ്റ് ആവാനാണ് ആഗ്രഹം, ഒരു എക്സാമ്പിൾ പറയാം എന്ന് വെച്ചോ. അപ്പോൾ ഞാനിങ്ങനെ എന്നും കണ്ണടച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണാണ്, ഞാൻ എയ്റോപ്ലെയിൻ ഓടിക്കുന്നു, ഞാൻ ഇതിലൊക്കെ പിടിച്ച് തിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ആ യൂണിഫോം ഇടുന്നതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും, ഈ കുട്ടി അതാവാൻ പോവാണ്, അല്ലെങ്കിൽ അതായിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കും. അപ്പൊ നമുക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യാനുള്ള പവർ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡാണ് വിഷൻ ബോർഡ്. കുറേ ആൾക്കാർക്ക് അറിയുന്ന സംഭവമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വിഷൻ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ എന്തായിക്കോട്ടെ, ഹാപ്പിനെസ് വേണോ, എല്ലാ സംഭവങ്ങളും നമ്മൾ ഇങ്ങനെ കട്ടൗട്ട് എടുത്ത് നമ്മളിങ്ങനെ ഒരു ബോർഡിനകത്ത് ഒട്ടിക്കുക, അല്ലെങ്കിൽ പ്രിന്റ് എടുത്തിട്ട് അത് നമ്മൾ അവിടെ വെക്കും. എന്നിട്ട് ഡെയിലി നമ്മൾ ആ പിക്ചറിലേക്ക് നോക്കിയിട്ട് ആ പിക്ചറിലുള്ള ആൾ നമ്മളായിട്ട് സങ്കല്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അതിനു വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് തന്നുകൊണ്ടിരിക്കും എന്നാണ് ഇതിൻ്റെ ഒരു ടെക്നോളജിക്കൽ പരമായിട്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആൻഡ് റിമെമ്പർ, നമ്മുടെ ലൈഫിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുത്താനൊക്കെ പറയുന്നത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് പോസിബിൾ അല്ല. അപ്പോൾ ബി പേഷ്യൻറ്റ്, നമ്മൾ വളരെ ക്ഷമയോടെ ഇരിക്കുക. ഞാൻ പറഞ്ഞ ടിപ്പുകൾ, ഞാൻ 1-2 ടിപ്പ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നല്ല എഫക്റ്റീവാണ്, ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് റിമെമ്പർ, നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുത്താന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു ടൈം കൊടുക്കുക, നമ്മൾ ക്ഷമയോടെ ഇരിക്കുക. ഈ ഷുഗർ പേഷ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവർ പെട്ടെന്ന് ഇന്ന് ഷുഗർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ മധുരമില്ലാത്ത ചായയിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ ആദ്യം അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഈ മധുരമുള്ള ചായ കുടിച്ച് ശീലിച്ചവർക്ക് മധുരമില്ലാത്ത ചായ കുടിക്കുമ്പോൾ ഒരു ഇടങ്ങാറുണ്ടാവില്ലേ, അതേപോലെ കുറച്ച് കഴിയുമ്പോൾ അവരെന്താവും, അതുമായിട്ട് അങ്ങോട്ട് റെഡിയാവും. അതേപോലെ നമ്മുടെ ലൈഫിൽ കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവരുമ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നെ അത് നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവും. അപ്പോൾ വീണ്ടും പറയുന്നു, ക്ഷമയോടെ ഇരിക്കുക. ആൻഡ് കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു റിവ്യൂ നിങ്ങൾ കമന്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്കും കൂടുതൽ ഇംപ്രൂവ് ആൻഡ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലവ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ കാം, സ്റ്റേ പോസിറ്റീവ്. That's it.